കേരളത്തിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2,54,42,352 വോട്ടർമാർ. ഒഴിവായത് 24 ലക്ഷത്തോളം പേർ. ഇനിയും പേര് ചേർക്കാൻ ജനുവരി 22 വരെ സമയം. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. കടത്തിയത് സ്വർണം മാത്രമല്ല, 4 പഞ്ചലോക വിഗ്രഹങ്ങളും. SITക്ക് മൊഴി നൽകി വിദേശ വ്യവസായി ഡി മണി എന്ന ഇടനിലക്കാരന് വിഗ്രഹം കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണക്കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. SITക്ക് മേൽ അനാവശ്യ സമ്മർദ്ദമെന്ന് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പങ്കിനെ ചൊല്ലി CPM-ൽ വ്യത്യസ്ത അഭിപ്രായം. ശബരിമല തിരിച്ചടിച്ചെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, ബാധിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. പാലക്കാട് ആൾക്കൂട്ട കൊലപാതകത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. ഇന്ന് പിടിയിലായത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും CPM പ്രവർത്തകനും. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയ ബന്ധുക്കൾ. കുടുംബത്തിന് 5 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ. കൊച്ചി മേയർ സ്ഥാനത്ത് നിന്ന് ദീപ്തി മേരി വർഗീസിനെ വെട്ടി AI വിഭാഗങ്ങൾ. VK മിനിമോളും ഷൈനി മാത്യുവും മേയർ സ്ഥാനം പങ്കിടും. KPCC പ്രസിഡന്റിന് ദീപ്തി മേരി വർഗീസിന്റെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് DCC അധ്യക്ഷൻ. മുന്നണി വിപുലീകരണത്തിൽ UDF-ൽ ചർച്ചകളും അപസ്വരവും. PB അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കിയതിനെതിരെ മുല്ലപ്പള്ളി. അവസര സേവകന്മാരുടെ അവസാന അഭയകേന്ദ്രമായി UDF മാറരുതെന്ന് വിമർശനം. അൻവറിനായി പട്ടാമ്പിയിലും ഫ്ലക്സ്. അസോസിയേറ്റ് അംഗമാക്കിയത് അറിഞ്ഞില്ലെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖർ. ഒടുവിൽ ജയിൽ DIG വിനോദ് കുമാറിന് സസ്പെൻഷൻ. നടപടി പരോൾ അനുവദിക്കാൻ തടവുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിന്. വിനോദ് കുമാറിന് സർവീസ് അവസാനിക്കാൻ 4 മാസം മാത്രം ബാക്കി. കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ അപലപിച്ച് സിറോ മലബാർ സഭ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്ന് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ. കള്ളുകുടിച്ചാണ് കുട്ടികൾ കരോൾ നടത്തിയതെന്ന് വിവാദ പ്രസ്താവനയുമായി BJP നേതാവ് C. കൃഷ്ണകുമാർ. കരോൾ സംഘത്തെ RSS പ്രവർത്തകർ തടഞ്ഞത് ഇന്നലെ പുതുച്ചേരിയിൽ. ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1,01,600 രൂപ. ഗ്രാമിന് 12,700. പവൻ ഒറ്റയടിക്ക് ഇന്ന് കൂടിയത് 1,760. വെള്ളിക്കും തീവില.